നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ അത് ഇമാജിൻ ചെയ്യുക. എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഡോക്യുമെന്റിനെ സുപ്രീം കോടതിയും ഗവൺമെന്റും അംഗീകരിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് മലങ്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചിരിക്കുന്ന അലിഖിതമായിരിക്കുന്ന രാഷ്ട്രീയ അംഗീകാരത്തിന്റെ പ്രത്യക്ഷമായ തെളിവാണ്. എങ്ങനെയാ അത് കിട്ടുന്നത്? എന്നാൽ പിന്നീട് യാക്കോബായ സഭ എന്ന പേരിൽ 2002 പുത്തൻകുരിശിൽ സമ്മേളനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു പെന്തക്കോസ്റ്റ് സഭ. പെന്തക്കോസ്റ്റുകാർ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അത് സാംസ്കാരിക ക്ലബ്ബുകൾ, ഫുട്ബോൾ ക്ലബ്ബ്, കലാകായിക സമിതികളൊക്കെ ഉണ്ടാക്കുന്നതല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ ക്ലബ്. അതാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ വേഷം കെട്ടിയാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ തൊപ്പി വെച്ചു, അല്ലെങ്കിൽ കുപ്പായം ഇട്ടു, അല്ലെ കുറെ ദുഃഖക്കുറ്റിയെടുത്ത് വീശിയാൽ സഭയാകത്തില്ല. സഭയാകുമായിരുന്നു എങ്കിൽ, അങ്ങനെ സഭയാകാമായിരുന്നു എങ്കിൽ യാക്കോബായ സഭ എന്ന് പറയുമ്പോൾ അവർക്കും കിട്ടിയാൽ അംഗീകാരം അവർക്ക് കിട്ടുന്നില്ല. ഇനി അവർ പുതുതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയാലും, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ ഈ പള്ളികളെല്ലാം ഓർത്തഡോക്സ് സഭയ്ക്ക് കൊടുത്തിട്ട് യാക്കോബായക്കാർ മാറി ഇനി നമുക്ക് പുതിയൊരു സഭയാണ് എന്ന് പറഞ്ഞാലും ആ സഭയ്ക്ക് അംഗീകാരം കിട്ടത്തില്ല. സ്റ്റിൽ അതൊരു കോപ്പറേറ്റ്. അതോ സകല തട്ടിക്കൂട്ട് പ്രസ്ഥാനത്തെ അംഗീകരിക്കണം എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള ആക്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ വേണ്ടത്? അതോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ പൈതൃകത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ 34 ഭരണഘടന അങ്ങനെ അംഗീകരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേ പിടിച്ചുകൊണ്ട് സുറിയാനി ക്രൈസ്തവർ കിട്ടുകയല്ലേ? ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ആരെ? കുമ്പിടി. ഇവിടുത്തെ അൽമായർക്ക് കൊടുത്ത അവകാശങ്ങളെയും അധികാരങ്ങളെയും ഹനിക്കുന്നതും അപഹരിക്കുന്നതുമായ ഒരു രേഖയാണ് 34 ഭരണം.